മിക്സ് മസാല വെക്കാമെന്ന് വെച്ച് കോളിഫ്ലവറൊക്കെ ഒന്ന് കഴുകി അത് ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമല്ല ഉപ്പ് വെള്ളത്തിൽ. കോളിഫ്ലവർ ഇച്ചിരി ഉപ്പ് വെള്ളത്തിലേ ഇച്ചിരി ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇടാം. ബാക്കി ഉരുളൻകിഴങ്ങും ക്യാരറ്റുമേ ഉള്ളു. പിന്നെ സവാള അതൊന്ന് കഴുകിയെടുക്കാം. റൈസൻ എന്താ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലേ? അവിടെ നിന്ന് ഡ്രോയിങ് ചെയ്യുമായിരിക്കും പഠിക്കാൻ പറഞ്ഞപ്പം. പിന്നെ എന്തു പറഞ്ഞ്? നീ താഴെ എന്തിനാ ഇരിക്കുന്നത്? നീ ഇരുന്ന് പഠിക്കാൻ പറ. നിങ്ങൾക്ക് പഠിക്കാൻ ഇത്രയും സമയമുണ്ട്, ഹാഫ് ഡേ ആയോണ്ട്. ബാക്കി പിള്ളേരെല്ലാം ട്യൂഷന് പോയിരുന്ന് പഠിക്കുന്നത്. നിന്നോട് പഠിക്കുക എന്നും 2 മണി വരെ ഇങ്ങനെ ചിലയ്ക്ക് നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അല്ലേ? നീ ഇപ്പൊ അവിടെ എന്തെടുക്കുക? ഇവിടെ പഠിക്കടാ. നീ ചെയർ മാറ്റിയ അങ്ങോട്ട്. നീ തറയിൽ ഇങ്ങനെ എന്താ? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ഇങ്ങനെ തറയിൽ ഇരിക്കരുതെന്ന്. പായ ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. വാ അവിടെ ബുക്കെടുത്ത് മേളി വെച്ചിട്ട് അവൻ തറയെ കുത്തിയിരുന്നത് ആലോചിക്കും. എന്തോടാ ഇന്ന് ചോറും കറി എന്തോ വെക്കുമെന്നാന്നോ? ഏടാ എന്തോ ചോറും കറിയും വെക്കണമെന്നാന്നോ? എന്നാൽ നാളെ തൊട്ട് ഞാനങ്ങ് താഴെ വിടും ട്യൂഷന്. അവിടെ ഇരിക്കും നീ 2 മണി വരെ. ഇരിക്കാനാണെങ്കിൽ അത്രയും ചെറുത് പോരായിരുന്നോ? അത്രയും ചെറുതാക്കുന്ന എന്തിനാ? 2 ഫോൾഡ് ആയത് പോരായിരുന്നോ? അവൻ്റെ പുറകെ അവിടെ നടന്നാൽ എൻ്റെ ജോലി നടക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ അടുക്കളയിൽ വന്ന് മിക്സ് മസാലയ്ക്കുള്ള സവാളയൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഷാജീര, ഒരു പട്ട, ചെറിയൊരു കഷ്ണം പട്ട, ഇതിലേക്കിനി ക്യാരറ്റ്, പൊട്ടറ്റോ, ഒരു ടൊമാറ്റോ ഉള്ളായിരുന്നു. ക്യാരറ്റ് അല്ല, ഇതിൽ ബീൻസ്, മട്ടർ ഇതൊക്കെ ഇട്ടാൽ കുറേയും കൂടെ നല്ലതായിരുന്നു. എൻ്റെ ഇല്ലായിരുന്നു. ഇതും കോളിഫ്ലവർ ഞാനിപ്പോൾ ഉപ്പിട്ടിട്ട് വെള്ളവും തിളപ്പിച്ച് അതിലിട്ടിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് കീടകളൊക്കെ അങ്ങ് പോവും. അപ്പം ഉപ്പൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഞാനൊന്നിത് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ചു കൊടുക്കും. അപ്പോൾ അത് എല്ലാം ഒന്ന് വാടി ശരിയായിട്ട് വരും. ഇന്നലെ ക്ലീൻ ചെയ്തേണ്ട ഈ വരയ്ക്ക് തന്നെ ഒരു നമ്മുടെ ഈ കൂളറും അതിൻ്റെ പുറകിലൊരു ആ വയറിടുന്നൊരു ആണി പോലിടണമുണ്ടായിരുന്നു. അത് പെട്ടെന്നില്ല തുടച്ച സമയത്ത്. അതുകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ ഈ
മെറ്റൽ കാത്തയാണെങ്കിൽ അതിനേക്കായി വേദന, ഇടയ്ക്കങ്ങനെ കയറി കൊള്ളും. ഇങ്ങോട്ട് വന്നേ. എന്താ സബ്ജ? എന്തിനാ നീ അങ്ങ് ക്ഷീണിച്ചു പോയാ പഠിച്ച്? ഇപ്പം ഞാൻ ചെന്ന് ഈ ബഹളത്തിനിടെ ഞാൻ ചെന്ന് ചോദിച്ചു, ഒരു ചാപ്റ്ററിൽ പകുതി അറിയത്തില്ല. പഠിക്കുക, അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാം. രാവിലെ ഒരു പെപ്സി കുടിച്ചതല്ലേ? അവൻ പഠിക്കാൻ നേരം ഭയങ്കര വിശപ്പും കാണും, എന്തെങ്കിലും കുടിക്കണം. ഇപ്പം ഞാൻ ഫ്രിഡ്ജ് തുറക്കാൻ പോകുന്ന കണ്ടതാണ് ഞാൻ ചിയാ സീഡ് ഇങ്ങനെ കൊടുത്തു വെച്ചേക്കുന്നത്. ഉടനെ അവനത് വേണം. ഇച്ചിരി ഹെൽത്തി ആവട്ടെന്ന്. ഞാൻ പറഞ്ഞ അത് കുടിച്ചാൽ ഹെൽത്തി ആവുമെന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു സബ്ജ സീഡ് നല്ലതല്ലേ? ഞാൻ പറഞ്ഞു അത് നല്ലയാ, വേണേൽ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു, ജ്യൂസിൽ കുടിക്കാൻ. അപ്പം മെനിഞ്ഞാന്ന് വെച്ച മോര. അപ്പം ഇന്നലെയൊക്കെ വെളിയിരുന്നു, ഇനിയിപ്പം ഇന്നൂടെ വെളിയിരുന്നാൽ ഇപ്പം അത്രയ്ക്കങ്ങ് ചൂടാണ്. ഇതൊന്നും ഇവർക്കൊന്നും കുഴപ്പമില്ല. ഇവനാണെങ്കിൽ പറയും മോരിനൊരു വല്ലാതെന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. അത്രയ്ക്ക് ചൂടാണ്. ഇത് ഒന്നുകൂടെ ആസിഡ് ആയതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് ചൂട് കാരണം പുളി കൂടും. പഠിച്ചു കഴിഞ്ഞോ? ആ, ഇനി നീ തെറ്റിച്ചാൽ നിന്നെ ഞാൻ എഴുതിപ്പിക്കും 5 times. എനിക്ക് സമയമില്ലാത്ത സമയത്താണ് ഞാൻ വരുന്നത്. പഠിച്ച് അത് മൊത്തം പറഞ്ഞെങ്കിൽ ജ്യൂസ് തരും, സത്യം. ഇനി ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ കൂടെ, മഞ്ഞപ്പൊടി ഇച്ചിരി കൂടി. മഞ്ഞപ്പൊടിയെ ഞാനിപ്പോൾ മഞ്ഞൾ തട്ടിയിട്ടിട്ടേ ലാസ്റ്റിലെ കവറിൽ ഇച്ചിരി ഉണ്ടായിരുന്നല്ലേ, കാണുമല്ലോ, അത് ഞാനൊന്ന് കുടഞ്ഞാണ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുക. നമ്മുടെ ഗരം മസാല ഇനിയും തീർന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഗരം മസാലയൊക്കെയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൽ പുതിയ മുളക് പൊടിയാണ്. ഒരിച്ചിരിയും കൂടെ 1.25 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൽ ഇവിടുന്ന് വാങ്ങിച്ച ആ മുളക് പൊടിയുടെ കളർ കണ്ടോ? ഒരിത്തിരി ഒരു കറുത്ത ഒരു റെഡ് കളറ്. ഇത് കണ്ടോ? രണ്ടുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ? ഇവൻ എന്തോ കൊടുക്കുവാന്ന് നോക്കാൻ വന്നിയാ, പഠിക്കുവാന്ന് എന്തോ. അന്നേരം കാണാൻ ഞാൻ അയൺ ചെയ്യാനുള്ള തുണികൾ അയന്നെടുത്ത് ഇവിടെ കട്ടിലിട്ടായിരുന്നു, അടുത്തത് വിരിക്കാനായിട്ട്. അപ്പം നോക്കിയോണ്ടേ ഇസ്തിരിയുടെ തുണി കെട്ടി വെക്കുക ആള്. ഞാൻ ചിന്തിച്ച് ഇവന് കെട്ടാനറിയത്തില്ലെന്ന്. തുണി കെട്ടാൻ അന്നേരം പ്രൈസം പഠിച്ച്. ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് പോയി ചോദിച്ച് അതിൽ നിന്ന് വീണ്ടും 3-4 ഉണ്ട്. അവൻ ആ ജ്യൂസിൻ്റെ പുറകെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ഒരു ഷർട്ടിൻ്റെ ഒരു ഇത്തിരി കീറിയത് അതൊന്ന് തയ്ച്ചുകൊണ്ടിങ്ങനെ. എനിക്ക് പടായി അല്ലാതെ എന്തെങ്കിലും എനിക്ക് എന്നൊരു ജോലി തന്നു. ഞാൻ പറയും ഇപ്പം അടുത്ത മാസം എക്സാമാ, നീ പഠിക്കിപ്പം, അത് കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ പാത്രം കഴുകാനോ മുറി തൂക്കാനോ തരാം, ഇഷ്ടം പോലെ ജോലി തരാം. അന്നേരം എനിക്ക് ചെയ്യാനൊക്കത്തില്ലെന്ന് പറയുന്നു കേട്ടോ. ഓക്കെ. ഇപ്പം അവന് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ചിയാ സീഡാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു സബ്ജ സീഡ് ഇത്തിരി വലുതാ, ഇതങ്ങനെ വലുതല്ലല്ലോ എന്ന്. സബ്ജ സീഡിന് ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തോ ടേസ്റ്റാടാ? സ്വീറ്റ്. അതിന് ഒരു ടേസ്റ്റും ഇല്ല. ആ ജ്യൂസിൻ്റെ അകത്ത് ഇടുന്നത് കൊണ്ട് അത് ടേസ്റ്റായിട്ട് തോന്നുക. അതിങ്ങനെ വഴ
പോളിനത് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അത്രയും പഠിച്ചാൽ ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കാം, എന്നിട്ട് ബാക്കി ഇരുന്ന് പഠിച്ചോണം. ഇപ്പം കപ്പട ഇസ്തരിക്കാരൻ വന്നോണ്ടേ വെല്ലടിച്ച്. അപ്പോൾ ഇവൻ ഇസ്തരി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ അവിടുത്തെ അവരുടെ മോടെ കുഞ്ഞുണ്ട്, 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അല്ല വിളിക്കുക, ആ ജനലിൻ്റെ അവിടെ നമ്മൾ താഴെയുള്ളവരെല്ലാം വിളിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ അന്നേരം അവളെ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി കാര്യം പറഞ്ഞു. ഹായ് എന്താ എന്നടിച്ചിരി. ഉടനെ ഇവൻ പറയുക, മറ്റുള്ളവരുടെ പിള്ളേരോട് മമ്മി എന്ത് ചിരിച്ചാ സംസാരിക്കുന്നത്, ഞങ്ങളോട് ദേഷ്യത്തിൻ്റെ ഞങ്ങളോട് അങ്ങനെ ഇല്ലെന്ന്, എന്നോട് സ്നേഹമില്ല, സ്നേഹമില്ലെന്ന്. ഞാൻ പറഞ്ഞ് എന്നാൽ ഇപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരുന്നില്ല, സ്നേഹമില്ലല്ലേ, നിന്നെയൊക്കെ സ്നേഹമില്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്തിനാ ഞാൻ ഈ ദേഷ്യപ്പെട്ട് പഠിക്കാൻ പറഞ്ഞില്ലേ, അപ്പം ദേഷ്യപ്പെട്ട് വന്നില്ലേ, അതിനാ ഭയങ്കര സാധനങ്ങളെ സെൽഫിഷായി പിള്ളേരിപ്പം. അവളോട് ഞാൻ അങ്ങനെ സംസാരിച്ചത് നിനക്ക് എന്താണ് സോക്കേട്? അങ്ങനെ സംസാരിക്കണം, എല്ലാവരോടുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങളിങ്ങനെ വഴക്ക് പറയുന്നതൊക്കെ. അതോ നീ പഠിക്കാതെ ക്ലാസ്സിൽ ഫസ്റ്റ് വേണ്ട, നല്ല മാർക്ക് വാങ്ങിക്കാതെ ഇങ്ങനെ നടന്ന നല്ലതാണോ? എൻ്റെ നല്ലതിന് വേണ്ടിയില്ലേ അമ്മ ഈ പറയുന്നത്? എന്നാൽ ജ്യൂസ് ഉണ്ടാക്കിത്താ പെട്ടെന്ന്. ചാറ്റ് മസാലയാണോ നിനക്കത് ഇടേണ്ടിയത്? എന്നാൽ പോയി ചാറ്റ് മസാല എടുത്തുക. ഇത് ഭയങ്കര സാധനം, പോടങ്ങനെയില്ല, ഇവൻ എപ്പോഴും ഇങ്ങനെ പറയും. മുകളിലത്തെ ഇതിലാടാ, കണ്ടോ? കണ്ടില്ലെങ്കിൽ പറ, ഒരു ബോട്ടിൽ ഇരിപ്പില്ലേ? അത് അവനെടുത്ത് വെച്ചേക്കുക. അവൻ എന്തിനാ ഇത് രാവിലെ കൊടുക്കാൻ പോയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവന് ചാറ്റ് മസാല ഇട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാറ്റ് മസാല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ ചാറ്റ് മസാല ഞാൻ ഇച്ചിരി ഒന്ന് തട്ടാൻ നോക്കിയിട്ട് അതില്ല, ഫ്രിഡ്ജിൽ ഇരുന്ന് ഇച്ചിരി ഒന്ന് ഇതായിട്ട് ഇരിക്കും. അതുകൊണ്ട് അത് തട്ടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു സ്പൂണിൻ്റെ അകത്തിട്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാൻ ഈ സ്പൂൺ അങ്ങോട്ട് ഇടാൻ നോക്കിയിട്ട് പറ്റിയില്ല. അവൻ അന്നേരം പറഞ്ഞ സ്പൂണിൻ്റെ മൂടിടാൻ. പിന്നെ ഞാൻ മൂടിടാൻ പോയില്ല, വേറൊരു അതിൻ്റെ അകത്ത് പോകുന്ന ഒരു സ്പൂൺ എടുത്ത് അതിലൊരിച്ചിരി ഇട്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ അവന് സമാധാനമായത്. പിന്നെ അവൻ പഠിക്കാൻ പോയിരുന്നേ. ഇവൻ എന്തെങ്കിലും ചിന്തിച്ച് അതിങ്ങനെ പറഞ്ഞിരിക്കും. ഇപ്പം ചൂടുമല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുടിച്ചില്ലെങ്കിൽ പറ്റത്തില്ല മനുഷ്യർ. പച്ചമുളക് കൂടി നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ജ്യൂസൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിന് നമ്മുടെ മസാല ഇവിടെ എല്ലാം വെന്തിട്ടുണ്ട്. ഞാനൊരു സ്വല്പം വെള്ളം അടിക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് അടിക്കൊന്ന് പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കാം. ഞാനൊന്ന് ഉടച്ച് ഇച്ചിരി കേട്ടോ. അപ്പോഴത്തേക്കിനും എല്ലാം നന്നായി കണ്ടില്ലേ, എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ചപ്പാത്തിക്കൊക്കെ ഇത് അടിപൊളി, ചോറിനും നല്ല കേട്ടോ. ഇത് നല്ല അടിപൊളി കൂട്ടാനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മിക്സ് കൂട്ടാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ കയ്യിൻ്റെ ഒരു ഇത്തിരി ഇതായതുകൊണ്ടേ നമുക്ക് സ്പൂണ് പോലും എനിക്ക് ചോന് പിടിക്കാൻ വയ്യ. ആ വര ആയതുകൊണ്ടാണ് അങ്ങനെ വേദനയായത്. അപ്പം നമ്മുടെ മിക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മസാല പുരട്ടി വെച്ചില്ലായിരുന്നോ, അതിപ്പോൾ എടുത്തതാണ്. അപ്പോൾ അത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം, ഗ്യാസേ മൊത്തം ആവും. ഇച്ചിരി ഒന്ന് അടച്ചു വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് ചേനത്തോരനാണ്. അപ്പോൾ ഞാൻ ചേനയൊക്കെ ഒന്ന്
അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ആദ്യം ഒന്ന് ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് കടുകും ഇച്ചിരി ജീരകം ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം കറിവേപ്പില ഇട്ട് പിന്നെ സവാള വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ ഇട്ടു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് കഴുകി വാരിയ ചേനയും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായി വേവുന്ന ചേനയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കും. ചേനയാകുമ്പോൾ ഒരു ഇച്ചിരി വേവുണ്ടല്ലോ, ഞാൻ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചീകി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അവിടെ അടച്ചിട്ട് കൊടുക്കട്ടെ. ഇവിടെ ചേനത്തോരൻ റയിച്ചാൻ മാത്രമേ ഉള്ളൂ ഇഷ്ടമല്ലാത്തത്. ഇപ്രാവശ്യം ചിലപ്പം പ്രൈസനും കഴിക്കാറില്ല, ഇപ്രാവശ്യം പക്ഷേ പ്രൈസനും കഴിച്ചു. പോളിൽ കഴിച്ചിട്ട് അവൻ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ചു. പിന്നെ അപ്പോൾ അവൻ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലതായിരുന്നു ഇന്നത്തെ പൊട്ടറ്റോയോട് ഇട്ടത് കൊണ്ട് നല്ലതാണ്. ഞാൻ പറഞ്ഞു ഏതിൻ്റെ അകത്ത് പൊട്ടറ്റോ ഉണ്ടായിരുന്നു? നമ്മുടെ ചേനയ്ക്കകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എടാ അത് പൊട്ടറ്റോ ഒന്നുമല്ല, ചേന അതുപോലെ വേവുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഒന്ന് അടിയിൽ നിന്ന് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന കണ്ടാണ് പിന്നെ ഞാൻ ചെറിയ തീയിലിട്ട് വേവിച്ച്. അപ്പോൾ അത് നമ്മുടെ തോരനൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തെ എല്ലാം റെഡിയായി. മീൻ വറുത്തത്, മിക്സ് മസാല, മിക്സ് വെജിറ്റബിൾ മസാല, ചേനത്തോരൻ, മോരുകറി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെനിക്ക് വേണ്ട. സ്വല്പം ചിക്കൻ അച്ചാറും ഉണ്ട്. പാത്രത്തിൻ്റെ അകത്ത് കിടക്കുന്നത് നമ്മുടെ മീനിൻ്റെ ഒരു ഇച്ചിരി പാട്ടാണ്, വറുത്ത മീനിൻ്റെ. അപ്പം എനിക്ക് സെപ്പറേറ്റ് ഞാൻ പറയും ചുമന്നേരി അതുണ്ടായിരുന്നു. അത് ഒരു ഗ്ലാസ് ഇട്ടത് എനിക്ക് 3 ദിവസം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അന്ന് ഞാൻ അരി വേവിച്ച് ഞാൻ ഊപ്പാടായി. അപ്പം എല്ലാവരും പറഞ്ഞു കുക്കറിൽ വേവിക്കാൻ. അപ്പോൾ ഇനി ഒന്ന് കുക്കറിൽ വേവിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ഇച്ചിരി ചിക്കൻ്റെ അച്ചാറുണ്ടായിരുന്നു, അതൊന്നെടുത്തതാണ്. തീരാറായി. ഞാൻ പറഞ്ഞു ഞാനത് നാട്ടിൽ പോകുമ്പം അന്ന് ചിക്കൻ അച്ചാർ ഇട്ടോണേ എക്സ്ട്രാ കുറച്ചിട്ടതാണ് നാട്ടിൽ പോകുമ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ. അതിപ്പോൾ തീർന്നു. ഇനിയും പുതിയത് ഇട്ട് വെക്കണം ഇവർക്ക് വേണ്ടി. ഇച്ചിരി അച്ചാറൊക്കെ ഇട്ടിട്ടല്ല എനിക്ക് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇത് രാത്രി ഞാൻ എന്തോ ചെയ്തെന്നോ, ഇവിടെ എൻ്റെയും പോളിൻ്റെയും ഫേവറേറ്റായ ഒരു സാധനം ഉണ്ടാക്കി. ഇതവന് ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാന്നോ, ഒരു കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി ചതച്ച് ചേർക്കാം. പക്ഷേ ഞാനൊരു സവാള അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടിയും, ചിലർ പുളി ഞെവിടും, ഞാനും പുളിയാണ് ഞെവിടുന്നത് കൂടുതലും. പക്ഷെ അത് ഇവന് ഇഷ്ടമല്ല അങ്ങനെ പുളി ഞെവിടുന്നത്. ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിച്ച്, വിനാഗിരിയും വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് മുളക് ചാരിച്ചത്. അപ്പോൾ പ്രൈസം വന്നുണ്ടെങ്കിൽ പ്രൈസോട് ഞാൻ ചോദിച്ചു മോര് വേണോടാന്ന്. അവൻ എന്തായാലും പറഞ്ഞു ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ അവൻ ടേസ്റ്റ് നോക്കിയാണെങ്കിൽ എടുത്തോ വേണം. ഇന്നലെ അവന് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. ഇതിപ്പോൾ അത്താഴം കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.